ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് jQuery ഉപയോഗിച്ചിട്ട് എങ്ങനെ വാല്യൂ ഹാൻഡിൽ ചെയ്യാം. അതായത് ഒരു പർട്ടിക്കുലർ ഭാഗത്തിൻ്റെ വാല്യൂ എങ്ങനെ സെറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഗെറ്റ് ചെയ്യാം, അതായത് എടുക്കുകയും അതേപോലെ എങ്ങനെ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വാല്യൂവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ കുറച്ചധികം കോഡുണ്ട്. അപ്പോൾ ആ കോഡുകൾ നമുക്ക് 1 by 1 ആയിട്ട് പറയാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഇതിന് ടൈറ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താണോ ടൈറ്റിൽ കൊടുത്തത് അതായിരിക്കും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു CSS വരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ jQuery വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അഡീഷണൽ ആയിട്ടൊരു കോഡും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞു തന്നെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ HTML കോഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബോഡി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം P എന്നൊരു ഭാഗം നമ്മൾ, അതായത് പാരഗ്രാഫിൻ്റെ ടാഗ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ jQuery റൺ ചെയ്യിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ P എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഒരു സെലക്ട് എന്നുള്ളൊരു ടാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ID എന്നുള്ളത് സിംഗിളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ 3 ഓപ്ഷനാണ്, സിംഗിൾ, ഡബിൾ ആൻഡ് ട്രിപ്പിൾ, അങ്ങനെ 3 ഓപ്ഷൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് jQueryക്ക് ആവശ്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ jQuery സ്ക്രിപ്റ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ഡിസ്പ്ലേ വാല്യൂസ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, സിംഗിൾ വാല്യൂസ് എന്നുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഇവിടെ സിംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ID എന്താണോ നമ്മളിവിടെ കൊടുത്തത് അതാണ് ഇതിൻ്റെ സിംഗിൾ എന്നുള്ള ID ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വാല്യൂ എന്ത് ചെയ്തു, ഈ സിംഗിൾ വാല്യൂ എന്നുള്ള വേരിയബിളിലേക്കായിട്ട് ആഡ് ചെയ്തു. എന്നിട്ട് P എന്ന് പറയുന്നത് നമ്മളിവിടെ സെറ്റ് ചെയ്ത ഈ ഭാഗത്തിൻ്റെയാണ് P എന്നിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. .html, അതായത് HTML സെറ്റ് ചെയ്യണം. എന്നിട്ട് B, അതായത് വാല്യൂ ഏതാണോ അതിൻ്റെ വാല്യൂ അത് നമുക്കിവിടെ വാല്യൂ എന്ന് സെറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ എന്ത് വേണം, സിംഗിൾ വാല്യൂസ്, അതായത് ഇവിടെ നമ്മൾ ഏതാണോ ലഭിച്ചത് ആ വാല്യൂ ആണ് ഇതിലേക്ക് ആഡ് ആവേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ID തന്നെ നമ്മൾ വീണ്ടും ഇവിടെ ഇതിൻ്റെ ടാഗ് ID ആയിട്ടുള്ള സെലക്ട് നമ്മളിവിടെ ഉപയോഗിച്ചു. .change, അത് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഡിസ്പ്ലേസ് വാല്യൂ, അതായത് ഡിസ്പ്ലേ എന്നുള്ള ഈ ഫംഗ്ഷന് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ ഉള്ളത്തെ വാല്യൂസ് എന്താണോ, ഈ ഫംഗ്ഷൻ എന്താണോ അത് വർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുകയും ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ വാല്യൂ ആയിരിക്കും എന്തായിട്ട് സെൻഡ് ചെയ്യുക, ഇവിടുന്ന് ഈ ഡിസ്പ്ലേ വാല്യൂസ് ആയിട്ട് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇതിൻ്റെ CSS ആഡ് ചെയ്തിട്ടുള്ളത് P എന്നുള്ളതിന്, അതായത് പാരഗ്രാഫിന് കളർ റെഡും മാർജിന് 4 പിക്സലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബോൾഡിന് നമുക്കിവിടെ കളർ ബ്ലൂ എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, ലൈവ് സെർവർ വെച്ചിട്ടൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഗോ ലൈവിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വന്നോ എന്ന് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ട്. ഇതിന്ന് നമ്മൾ സിംഗിളാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഡബിളാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് വാല്യൂവിൻ്റെ സ്ഥാനത്ത് ഡബിൾ എന്ന് ഡിസ്പ്ലേ ചെയ്യും. അതേപോലെ ട്രിപ്പിളാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് ട്രിപ്പിൾ എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. സിംഗിളാണ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ സിംഗിൾ എന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, ഇവിടെ ഈ ID അതാണ് നമ്മളിവിടെ ആക്സസ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ വാല്യൂ അത് ഗെറ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്ന് എന്ത് ചെയ്യാണ്, .html, എന്നിട്ട് ഈ സിംഗിൾ വാല്യൂ ഏതാണോ അതാണ് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. ഇനി ഓരോ തവണ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ വാല്യൂസിൻ്റെ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ വാല്യൂ എന്താണോ അത് അവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇത് jQueryയിൽ വരുന്നൊരു ഫംഗ്ഷനാണ് .change. അത് വെച്ചിട്ടാണ് അതിൻ്റെ വാല്യൂസ് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് വരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ ഒന്നുകൂടി അഡീഷണൽ കോഡ് വരുന്ന മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, അതായത് ആൻസർ ഡിസ്പ്ലേ ചെയ്യാൻ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് നമ്മളിവിടെ സിംഗിൾ എന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു സെലക്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മൾട്ടിപ്പിൾ, അതായത് ഒരു ബോക്സിൽ തന്നെ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന രൂപത്തിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ID എന്ന് പറയുന്നത് മൾട്ടിപ്പിളും ഇതിൻ്റെ ID എന്ന് പറയുന്നത് സിംഗിൾ എന്നുമാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിലെ ഒന്നാമത്തെ ഓപ്ഷന് സെലക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഇതിൻ്റെ
സെലക്റ്റഡ് എന്നുള്ളത് ഇതിലെ ഒന്നാമത്തെ വാല്യൂസും നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്ലേ വാല്യൂസ് എന്ന് ചേർത്തിട്ടുണ്ട്. ഇതിലെ രണ്ടിലെയും വാല്യൂസ് നമ്മൾ ഒന്നാമത്തിന് സിംഗിൾ വാല്യൂസ് എന്നുള്ള ഒരു വേരിയബിളിലേക്കും രണ്ടാമത്തത് മൾട്ടിപ്പിൾ വാല്യൂസ് എന്ന വേരിയബിളിലേക്കും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഡോട്ട് വാല്യൂ, എന്നിട്ട് അതൊരു അറേൻ്റെ ഉള്ളിലേക്കായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നിട്ട് അതൊരു അറേൻ്റെ ഉള്ളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് പി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത ഈ പാരഗ്രാഫ് ടാഗ് അതിലേക്ക് എന്ത് ചെയ്യണം, സിംഗിൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വാല്യൂ എന്താണോ അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ഇതിലേക്കായിട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് അത് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നിലധികം വാല്യൂസാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു കോമയോ അതല്ലെങ്കിൽ ഒരു ഡാഷോൻ്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴും ഇവിടെ ചേഞ്ച് ചെയ്ത് വരാൻ വേണ്ടി ചേഞ്ച് ഡിസ്പ്ലേ വാല്യൂസ്, അതായത് ഈ ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് ലൈവ് സെർവറിൽ നമ്മളിതൊന്ന് റൺ ചെയ്യിപ്പിച്ചു. ഓക്കെ, നമ്മളിവിടുന്ന് ഒരു സിംഗിൾ വാല്യൂ സെലക്ട് ചെയ്തു. ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, മൾട്ടിപ്പിൾ വാല്യൂ. അപ്പോൾ കീബോർഡിൽ കൺട്രോൾ അമർത്തിയിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തെടുക്കാം. ആ സെലക്ട് ചെയ്ത വാല്യൂസ് നമുക്കിവിടെ 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ അതൊന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യത്തേത് നമുക്ക് സിംഗിൾ വാല്യൂ സെലക്ട് ചെയ്യാനും രണ്ടാമത്തേത് നമുക്ക് മൾട്ടിപ്പിൾ വാല്യൂ സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. മൾട്ടിപ്പിൾ എന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ എന്നൊരു ഓപ്ഷൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ഫംഗ്ഷന് ചേർത്തിട്ടുണ്ട് ഡിസ്പ്ലേ വാല്യൂസ്. എന്നിട്ട് സിംഗിൾ വാല്യൂസ് അതിനെന്ത് ചെയ്യുന്നു, ഈ വേരിയബിളിലേക്കായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ വാല്യൂസ് അത് ഒന്നുകിൽ വാല്യൂസോ അല്ലെങ്കിൽ അറേ ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒരു വാല്യൂ ആണെങ്കിൽ അത് നേരിട്ട് വാല്യൂസ് എന്നതിലേക്കും, അതേപോലെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ആണെങ്കിൽ നമ്മളതൊരു അറേൻ്റെ ഉള്ളിലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പി എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തത് തന്നെയാണ്. അവിടെ എന്ത് ചെയ്യണം, .html എന്നിട്ട് സിംഗിൾ വാല്യൂസ് ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്യണം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ വാല്യൂസ് ഏതാണോ അത് ഡിസ്പ്ലേ ചെയ്യണം. ഓരോന്ന് കഴിയുമ്പോൾ ഒന്നിൽ കൂടുതൽ വാല്യൂസ് വരികയാണെങ്കിൽ ഇവിടെ വന്ന് ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോയിൻ എന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഇത് ഓരോന്നും നമ്മളിവിടെ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഈ കോമ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കോമ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ വന്ന് ഡോട്ട് സെലക്റ്റഡ് ചേഞ്ച് എന്നിട്ട് അതിൻ്റെ വാല്യൂസ് എന്താണോ അത് നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ എക്സാമ്പിളിൽ നമ്മൾ എന്താണോ നമ്മൾ അവിടെ കൊടുക്കുന്നത് ആ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആ ബോക്സിൻ്റെ ഉള്ളിലേക്കായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റെഡി, അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളൊരു ബട്ടണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സ്, അതായത് ഇൻപുട്ട് എന്നുള്ള നമ്മളിവിടെ കൊടുത്തതിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ടാഗാണ്. അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് സെറ്റ് ചെയ്യണം. ഡോട്ട് വാല്യൂസ് എന്ത് വാല്യൂസ് ആണോ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളിലും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് ഗെറ്റ് ചെയ്യാനും ഈ എക്സാമ്പിളിൽ അതിൻ്റെ ഉള്ളിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ വന്ന് ഗോ ലൈവ് വെച്ചിട്ട് റൺ ചെയ്യിപ്പിച്ചു. ഇവിടെ നമ്മൾ എന്താണോ പേര് വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് സെറ്റ് വാല്യൂ ഓഫ് ഇൻപുട്ട് ഫീൽഡ് കൊടുത്താൽ അവിടെ നമ്മൾ എന്ത് വാല്യൂ ആണോ സെറ്റ് ചെയ്തത് അതായിരിക്കും നമുക്കവിടെ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, ഇവിടെ വന്ന് ഒരു ബട്ടണ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ jQuery ആക്റ്റീവ് ആകേണ്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ടാഗിൻ്റെ പേരാണ് ടെക്സ്റ്റ്. അതിൻ്റെ ഉള്ളിലേക്ക് ടെക്സ്റ്റായിട്ട് എന്ത് സെറ്റ് ചെയ്യണം, ഈ വാല്യൂ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ വാല്യൂ ഗെറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ സെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.